നമസ്കാരം. 4 സ്ത്രീകൾ തന്ത്രപരമായി നടത്തിയ ഒരു മോഷണത്തിന്റെ വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു ജുവലറിയിലാണ് ഈ മോഷണം നടന്നത്. ജുവലറി ആണെങ്കിലും ഏത് കച്ചവട സ്ഥാപനമാണെങ്കിലും അവിടെ സാധനം മേടിക്കാൻ വരുന്നവരാണെങ്കിൽ പോലും അവരാരൊക്കെയാ ഏതൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ല. അവരെപ്പറ്റി കൂടുതൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാനും കഴിയില്ല. എങ്കിൽ പോലും നമ്മുടെ വിലപ്പെട്ട സാധനങ്ങൾ സ്ഥാപനത്തിൽ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ എപ്പോഴും ആരെങ്കിലും ഒരാൾ അവിടെ തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. സിസിടിവി ക്യാമറ വെച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ സിസിടിവി ക്യാമറ വെച്ചെങ്കിൽ അത് നിരീക്ഷിക്കാനായിട്ട് ഒരാൾ ഉണ്ടാവണം. അതില്ലാത്ത പക്ഷം ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകും. ഇനി സംഭവം എന്താണെന്ന് പറയാം. ഇത് നമ്മുടെ കേരളത്തിലല്ല. പക്ഷേ ഇത്തരത്തിലെ മോഷ്ടാക്കൾ ഈ ഒരു തന്ത്രം ഉപയോഗിച്ച് കേരളത്തിൽ വന്നുകൂടാഴികയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. രാജസ്ഥാനിലെ ഭരത്പൂരിലെ കരോളി എന്ന ജില്ലയിലെ ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഗുപ്ത മോഹൻ എന്ന ഒരാളാണ് ഇതിന്റെ ഒരു വാർത്ത അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചത്. അതായത് അവിടുത്തെ ജുവലറിയിലേക്ക് 4 സ്ത്രീകൾ ഈ ജുവലറിയിലേക്ക്, ചെറിയ ജുവലറിയാണ്, അവിടെ CCTV ദൃശ്യത്തിൽ കാണുന്നത് ഒരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. ഈ 4 സ്ത്രീകൾ എത്തിയിട്ട് അതിൽ ഒരു സ്ത്രീക്ക് കമ്മൽ വാങ്ങാനെന്ന വ്യാജേനയാണ് എത്തുന്നത്. കമ്മലെടുത്ത് ആ സ്ത്രീയുടെ കാതിലേക്ക് ഈ ഒരു ജീവനക്കാരൻ വെച്ചുകൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്ത്രപരമായി ഇദ്ദേഹത്തിന്റെ ക്യാഷ് ഒക്കെ വെക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആ ഗോൾഡും കാര്യങ്ങളൊക്കെ വെക്കുന്നിടത്ത് നിന്ന് ഒരു സ്റ്റീൽ ബോക്സ് ഇതിലെ ഒരു സ്ത്രീ മോഷ്ടിക്കുന്നതായിട്ടാണ് CCTVയിൽ കാണുന്നത്. ജീവനക്കാരൻ കാണാതിരിക്കാൻ വേണ്ടി കൈ നീട്ടി വെച്ചിട്ട് മറച്ചു വെക്കുന്നതായിട്ടൊക്കെ നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. ഇതിന് ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്. ആ കടയിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്, അഞ്ചാമതായി ഒരു സ്ത്രീ. ആ സ്ത്രീ ഇതിന്റെ കൂട്ടത്തിലുള്ളയാണോ എന്ന് നമുക്ക് ഈ ദൃശ്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ കടക്കാരൻ, ആ ഓപ്പോസിറ്റ് ഉള്ള കടക്കാരന് ഈ കടയിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ആ കടക്കാരനെ അതുകൊണ്ട് തന്നെ മാറ്റണം. അതിനു വേണ്ടിയിട്ട് ഈ സ്ത്രീ എന്തോ പറഞ്ഞ ആ കടക്കാരനെ മാറ്റിയിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇതേ സമയത്താണ് ഈ ജുവലറി ഇരിക്കുന്ന 4 സ്ത്രീകളിൽ ഒരാൾ ഈ ഒരു ബോക്സ് എടുത്തു മാറ്റുന്നത്. ഈ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് 225 ഗ്രാം, അതായത് ഏതാണ്ട് 30 പവനോളം അടുത്ത് സ്വർണമാണ് ഈ ബോക്സിലുള്ളത്. ഈ ബോക്സാണ് ഇവർ തന്ത്രപരമായി കൈക്കലാക്കിയത്. ഇതിനുശേഷം അവർ അവിടുന്ന് മടങ്ങുകയും ചെയ്തു. പിന്നീട് ഈ ജീവനക്കാരൻ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു ബോക്സ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്നാണ് CCTV ദൃശ്യം പരിശോധിക്കുന്നത്. അതിൽ നിന്നാണ് ഈ മോഷണ വിവരം അറിയുന്നതും. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി, CCTV ദൃശ്യം പരിശോധിച്ചു, റോഡിലെയൊക്കെ CCTV ദൃശ്യം പരിശോധിച്ചു. അതിൽ നിന്ന് അറിയാൻ കഴിയുന്നത് 2 ബൈക്കുകളിലായിട്ട് ഈ സ്ത്രീകൾ കയറി പോകുന്നതായി കണ്ടതായിട്ടാണ് ഈ മഹേഷ് ഗുപ്ത ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോയ്ക്കൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. തുടർന്നുള്ള വാർത്തകൾ ലഭ്യമായിട്ടില്ല എന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം നമ്മൾ, പ്രത്യേകിച്ച് ജുവലറി പോലുള്ള സ്ഥാപനങ്ങൾ, ജുവലറി അല്ല, ഇപ്പം കച്ചവട സ്ഥാപനങ്ങളാണെങ്കിൽ പോലും അവിടെ എല്ലാം ക്യാഷും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു CCTV ദൃശ്യം തന്നെയാണ് ഇത്. ക്യാഷ് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും സൂക്ഷിച്ചിരിക്കുന്നിടത്ത് എപ്പോഴും ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ CCTV ദൃശ്യം നിരീക്ഷിക്കാനായിട്ട് ആരെങ്കിലും ഒരാളെ നിങ്ങൾ തയ്യാറാക്കി വെക്കണം. അല്ലെങ്കിൽ കച്ചവട സ്ഥാപനത്തിൽ തിരക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അശ്രദ്ധ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം ഗോൾഡ് ആണെങ്കിലും ക്യാഷ് ആണെങ്കിലും ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും ഒരാളെ നിങ്ങൾ നിർത്തുക തന്നെ വേണം. അങ്ങനെ ഉണ്ടായാൽ ഇതുപോലുള്ള മോഷണം നമുക്ക് തടുക്കാൻ പറ്റും. കാരണം ഈ പോലീസ് അന്വേഷണത്തിൽ ഒരു പക്ഷേ സ്വർണം തിരിച്ചു കിട്ടിയേക്കാം. അതിനൊക്കെ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തിരിച്ചു കിട്ടാൻ തന്നെ വൈകും. ചിലത് തിരിച്ചു കിട്ടിയില്ലെന്നും വരാം. അപ്പോൾ നമ്മുടെ സാധനം നഷ്ടപ്പെടാതിരിക്കാൻ എപ്പോഴും ഏത് സ്ഥാപനമാണെങ്കിലും, പ്രത്യേകിച്ച് ജുവലറി പോലെ, ഞാൻ പറഞ്ഞ ജുവലറി പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് നിൽക്കേണ്ട സമയമാണ്. കാരണം മോഷ്ടാക്കൾ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ തന്ത്രപരമായ കാര്യങ്ങളും കൊണ്ടാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈ ഒരു CCTV ദൃശ്യം അതിന്റെ വാർത്ത കണ്ടതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. സ്ഥാപനങ്ങളെ സംബന്ധിച്ച്, വ്യാപാര സ്ഥാപനങ്ങളെ സംബന്ധിച്ച്, അല്ലെ ജുവലറിയെ സംബന്ധിച്ച് അവരൊരു മുൻകരുതലായിട്ട് എടുക്കുക. കാരണം നിങ്ങളുടെ സ്ഥാപനത്തിലും ഇതുപോലുള്ള ആളുകൾ എത്തിയെന്ന് വരാം. അതുകൊണ്ട് നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കുക തന്നെ വേണം. മറ്റൊരു വീഡിയോ വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.